ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാറാണ് ഗൈസ്. ഇന്ന് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ഞങ്ങളിവിടെ മൂന്നാർ ഒരു റിസോർട്ടിൽ വന്നിട്ടുള്ളതാണ്. ഇന്നലെ നൈറ്റ് ഞങ്ങളിവിടെ എത്തി. ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ വണ്ടറായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം മാളോട്ടി മുബിക്കാക്കി ഉറങ്ങുന്നുണ്ട്. അവരെ എഴുന്നേൽപ്പിക്കട്ടെ ഫസ്റ്റ്, കാരണം രാവിലെ നേരത്തെ തന്നെ എണീക്കണം. നമുക്കിവിടെ നല്ല അടിപൊളി കാര്യങ്ങൾ കാണാനുണ്ട്. മോർണിംഗ് വ്യൂ ഒക്കെ സൂപ്പറാണെന്ന് പറയുന്നത് അവിടുത്തെ. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. പിന്നെ സൺറൈസ് ഒക്കെ കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം തന്നെ ലേറ്റായി തോന്നുന്നു. നമുക്ക് എന്തായാലും വേഗം പോയി നോക്കാം. ഇതാണ് ഞങ്ങളെ റൂം ഗൈസ്. ഞാൻ ഇന്നലെ വന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോൾ വന്നാലും ഉള്ള ശീലമാണെന്ന് നിങ്ങൾക്കറിയാലോ. അത്യാവശ്യം ഞങ്ങൾ കുറച്ച് ഡ്രസ്സുള്ളൂ. ഞങ്ങൾ നാളെ തന്നെ തിരിച്ചു പോകും. ഇന്നലെ നൈറ്റ് എത്തിയതാണ്. അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ. മുബിക്കാനെയും മാളനെയും വിളിച്ചെണീപ്പിക്കാം. പിന്നെ റൂമിൻ്റെ വിഷ്വൽസ് ഞാൻ ഇന്നലെ വന്നപ്പോൾ തന്നെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് റൂംസ് ഉണ്ട് കേട്ടോ. ബാത്റൂമാണ് കഴിച്ച് എനിക്ക് കൂടുതൽ ഇഷ്ടം. നമുക്ക് ഒരുങ്ങാനൊക്കെ പറ്റിയ നല്ല വലിയൊരു മിറർ സ്പേസ് തന്നെ. പിന്നെ ജക്കോസി ഉള്ളതുകൊണ്ട് മാളൂട്ടിക്ക് അതിൽ ഇറങ്ങണം എന്നായിരുന്നു വന്നപ്പോൾ തൊട്ടേ പറയുന്നത്. മൊത്തത്തിൽ എല്ലായിടത്തും കണ്ട് ഫ്രീ ഒക്കെ ആയിട്ട് നാളെ ഇറങ്ങാന്നൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളവിടെ ചെന്ന സമയത്ത് അവർ വെൽക്കം ചെയ്തതൊക്കെ ഭയങ്കര യുണീക്ക് ആയിട്ടായിരുന്നു കേട്ടോ. നമ്മൾ വരുന്ന ടൈമൊക്കെ നേരത്തെ പറഞ്ഞതുകൊണ്ട് നമ്മളവിടെ എത്തിയപ്പോഴേക്കും അവർ വെൽക്കം ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ദൂരെ യാത്രയൊക്കെ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ടവലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഫേസ് ഒക്കെ ഒന്ന് തുടച്ച് ഫ്രഷ് ആവാൻ വേണ്ടി. പിന്നെ ഏലക്കായൊക്കെ ഉള്ളൊരു മാല ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും. പിന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് വന്നു. പിന്നെ ഈ കർട്ടൻ മാറ്റിയാൽ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ. നമുക്ക് പുറത്ത് പോയി നോക്കാം. ഇങ്ങോട്ട് വാ, വേഗം എണീറ്റ് വാ. ഇത് നോക്കും മൂബിക്കാക്ക എണീറ്റ് വരാൻ മടിച്ചിരിക്കണം ഗൈസ്. എന്ത് രസാ ഇവിടെ ഇങ്ങനെ നിൽക്കാനെന്നറിയോ. വാവ്, കുറച്ചുകൂടി നേരത്തെ എഴുന്നേറ്റ് നമ്മൾ പോവാണെങ്കിൽ നമുക്ക് സൺറൈസ് ഒക്കെ കാണാമായിരുന്നു തോന്നുന്നു. ഇപ്പോൾ പോകാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. ഗൈസ്, ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ഗൈസ്. മാളൂസത്തെ വിളിച്ചപ്പോൾ തന്നെ ചാടി എണീറ്റ് വരുന്നത്. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. നോക്ക് മൂബിക്കാക്ക. താങ്ക് യു പൊന്നെ. മാളൂട്ടി ഞങ്ങൾക്ക് നല്ല നൈറ്റ് ഗിഫ്റ്റ് തന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾക്ക്. ഗൈസ്, മാളൂട്ടി 12 മണിയാവാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആണ്. അതെ, ഇന്നായിരുന്നു ഞങ്ങള് നിക്കാഹ്. ജനുവരി 13. നാളെ ജനുവരി 14 ഞങ്ങളെ കല്യാണം. നാളെ ഞങ്ങളെ കല്യാണം ഗൈസ്. ഇത് എവിടുന്നാ ഗൈസ്? ഇതുണ്ടോ പുറത്തിറങ്ങുമ്പോഴുള്ള വ്യൂ ആണിത്. ഇത് അടുത്തുള്ള റൂംസൊക്കെയാണ്. നല്ല രസമുണ്ട് നമ്മൾ റൂമിലേക്ക് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ. ഇതെന്താ കാണിക്കുന്നേ? എവിടെ ബാ മാളു തണുത്തിട്ട് കാണിക്കുന്നൊക്കെ ഗൈസ്. ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നല്ല തണുപ്പുണ്ട് ഗൈസ്. നമുക്ക് ഈ വഴിയൊക്കെ നോക്കുക, എന്ത് ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കണേ. ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വീട്. തണുത്തിട്ട് ഒരു ജാക്കറ്റ് എടുക്കാമായിരുന്നു. എൻ്റെ ഉപ്പച്ചിയും വന്നിട്ടുണ്ട്. ഉപ്പച്ചീനെ ഞാൻ വീഡിയോ എടുക്കാൻ കൊണ്ടുവന്നതാണ്. ഉപ്പച്ചി വന്നിട്ട് വേണം ഇനി ബാക്കി വീഡിയോസൊക്കെ എടുപ്പിക്കാൻ. ഇപ്പോൾ വീണേനെ ഞാൻ പൂളിലിങ്ങനെ ഇറങ്ങിയിരുന്നാൽ നമുക്ക് ഇവിടെ, അയ്യോ ഇവിടെ വന്നിക്കുമ്പോൾ പേടിയാവുന്നു. നമുക്ക് പൂളിൽ കുറച്ച് വെയിലൊക്കെ വരുമോ നോക്കിയിട്ട് ഇറങ്ങാം ഗൈസ്, അല്ലെങ്കിൽ ഫ്രീസായി പോവും. മാള് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ബനിയൻ്റെ ഉള്ളിൽ തലയും കൂടെ കുത്തിക്കയറ്റാനുള്ള ശ്രമത്തിലാണ്. ഇതാ പാർക്ക്. ഇത് കണ്ടില്ല? എന്താ പോണില്ലേ? തണുപ്പ് മാറിയിട്ട് വരാം ഗൈസ്. ഞങ്ങൾ റൂമിൽ പോവുകയാണെങ്കിൽ ഇതൊക്കെ മാള് ഷവർ മരത്തിൽ കണ്ടോ, മരത്തിൽ നിന്ന് വെള്ളം വരും കുളിക്കാൻ. കണ്ടോ? പൂളിൽ പോയി ചാടണ്ട അങ്ങനെ. യെസ്, നമുക്ക് ടെറസിൽ പോയിരുന്ന് വ്യൂ ആസ്വദിക്കാം. നമ്മുടെ റൂമിലൊക്കെ ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. എല്ലാ റൂമിനും സെപ്പറേറ്റ് ടെറസ് ഉണ്ട്. ചായക്കട ഓപ്പണിംഗ് ടൈം പറഞ്ഞിട്ടുണ്ട് അവർ. ആ ടൈമിൽ നമുക്ക് പോകാം. തട്ടുകടയൊക്കെ ഉണ്ട് ഇവിടെ. തണുത്തിട്ട് വരികയാണ് ഗൈസ്. ഒരു രക്ഷയില്ല, തണുപ്പ് നല്ല രസമുണ്ട് ഗൈസ്. ഞങ്ങൾ ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് വന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വൃത്തിയൊക്കെ ആയി വന്നെന്നുള്ളൂ. പക്ഷെ പല്ലൊന്നും തേച്ചിട്ടില്ല.
അപ്പോൾ ഞങ്ങൾ പോയി പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ ഇതാ അവിടെ പല്ല് തേക്കൽ ചടങ്ങാണ്. രാവിലെ തന്നെ വെള്ളം തുറന്നില്ല. ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി നല്ല ടൈം കിട്ടില്ല. നല്ല മിററില്ല യെസ്, ഇത് നമ്മളെ മറ്റേ മരത്തിൻ്റെ ക്ലിപ്പ് നമ്മളെല്ലാ റിസോർട്ടിൽ പോകുമ്പോഴും ഉണ്ടാവും. പക്ഷെ ഞാൻ ചെയ്യാറില്ല, കൊടുക്കും. ചെയ്യാൻ പറ്റുമോ? മാളെന്തൊന്നും ഉണ്ടാത്ത പല്ലേക്ക വന്നിട്ട് പോകണം. നോക്ക് പുറത്ത് പോകണം, പക്ഷെ തണുപ്പാണ്. എന്നത് മൂവിക്കാക്കി എടുത്തോട്ടെ. നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകുമ്പോൾ ഷവർ ക്യാപ്പ് ഉണ്ട്. പിന്നെ ഇതായിരുന്നു എന്താണത്, പുതിയ കമ്പനിയാണോ? പിന്നെ ബ്രഷ്, ഷേവിംഗ് സെറ്റ് ഉണ്ട്. മൂവിക്കാർക്ക് താഴെ മേടിക്കുന്നില്ല, അതുകൊണ്ട് അത് വേസ്റ്റ് ആയിപ്പോയി. ബ്രഷ് ഉണ്ട്, മൂവിക്കാർക്ക് ബ്രഷ് പറഞ്ഞാലും മതിയില്ല ഞങ്ങൾക്ക്. അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ 2 ബ്രഷൊക്കെ. ബ്രഷും നല്ലൊരു വുഡൻ ടച്ചിൽ ചെയ്ത ബ്രഷാണ് കേട്ടോ. നല്ല തേക്കാം നമുക്ക്. എന്റെ ബ്രഷ് ഉണ്ട്, പക്ഷെ ഞാൻ പുതിയ ബ്രഷ് ഉണ്ട്. ഞങ്ങൾ രണ്ടാളും പുതിയ ബ്രഷിലാണ് പല്ല് വെക്കുന്നത്. ഞങ്ങൾ വെറുതെ ബ്രഷൊക്കെ കൊണ്ടുവരും. പക്ഷേ പല്ല് വെച്ചിട്ട് പുറത്ത് പോകാം. നമുക്കത് പല്ലേക്കുന്നില്ല. രാവിലെ വിളിച്ചപ്പോൾ എഴുന്നേറ്റ് വന്ന ആളാണ്. ഇപ്പോൾ അതാ വന്നിട്ട് പിന്നെയും കിടന്നുറങ്ങണം. ഉറങ്ങാൻ പോവാ, പുതപ്പിൻ്റെ ഉള്ളിൽ കിടക്കണ. അപ്പം മാളൂസിനെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി ഗൈസ്. ഞങ്ങളങ്ങനെ ഒന്ന് ഫ്രഷായി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് പോയി നോക്കാം. മൂവിക്കാക്കി ഇപ്പച്ചും ഷട്ടിൽ കളിക്കാന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. മമ്മക്കും എനിക്കും ഹോട്ടലിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ബെഡ് വൃത്തിയാക്കിയില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവല്ലോ, അതേപോലെ കാണുന്നത് എപ്പോഴും. ഇന്ന് മാളൂസ് അപ്പൂനെയും ടൗസൂനെയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം 2 പേർക്കും തണുപ്പുള്ളതുകൊണ്ട് എന്തൊക്കെയാ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹാറ്റ്സും പിന്നെ സെറ്റ് ഇട്ടാ ഇവരെ കൊണ്ടാണോ പോണത് പുറത്തേക്ക്? ഓക്കെ ഗായ്സ്, അപ്പം മുബിക്കാക്കയും അബ്ബയും ഒക്കെ മുബിക്കാക്കയും അബ്ബയും അപ്പോൾ മുബിക്കാക്കയും ഉപ്പച്ചിയും പിന്നെ ഷട്ടിൽ കളിക്കാൻ പോയിട്ടുണ്ട്. എന്താ കാട്ടുന്നത് അറിയില്ല, നമുക്ക് പോയി നോക്കാം. പക്ഷെ അവിടെ പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് എനിക്കൊരു സീക്രട്ട് പറയാനുണ്ട്. മാളൂസിനറിയാം അല്ലേ മാളൂ? അപ്പോൾ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് സാധാരണ ബർത്ത്ഡേക്കാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാറുള്ളത്. അല്ല എക്സ്ചേഞ്ച് അല്ല, അപ്പോൾ മുബിക്കാക്ക് നീ വാങ്ങിത്തരും, എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ മുബീൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങളങ്ങനെ ഗിഫ്റ്റൊന്നും വാങ്ങിക്കാറില്ല. ഞങ്ങൾ ഒന്നിച്ച് പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കും, കേക്ക് മുറിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ചെറിയ സെലിബ്രേഷൻ പോലെ ഞങ്ങൾ മാത്രം അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇപ്രാവശ്യം ഞാൻ മുബിക്കൊരു സംഭവം ഓൺലൈനിലൊക്കെ വാങ്ങിച്ച് വീട്ടിൽ നിന്ന് മുബി കാണാത്ത സമയത്ത് പൊതിഞ്ഞ് പാക്ക് ചെയ്ത് ഗിഫ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുമ്പം എനിക്ക് ഉറപ്പാണ് ആൾ ഞെട്ടും. കാരണം വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഇതുവരെ ഗിഫ്റ്റ് അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ഒന്നിച്ച് പോയി വാങ്ങിക്കുക, അല്ലെങ്കിൽ 2 പേരും എന്തെങ്കിലും ഒക്കെ ഒന്നിച്ച് ചെയ്യാനാണുള്ളത്. അപ്പം പിന്നെ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിയിട്ടില്ലെങ്കിൽ ചിലപ്പം ഫീൽ ചെയ്യാനും ചാൻസ് ഉണ്ട്. ഞാൻ ആദ്യം എന്തായാലും എനിക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, മുബീനെ സർപ്രൈസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പം നമുക്ക് ഇതെപ്പോൾ കൊടുക്കും എന്നറിയില്ല, എന്തായാലും ഇന്ന് ഞാൻ കൊടുക്കും. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക. യെസ്, ബെഡൊക്കെ ഇതാ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ കിടക്കണേ എനിക്ക് എപ്പോഴും ബെഡ്. ഇവർ കിടക്കാനൊന്നും ഞാൻ ചിലപ്പോൾ സമ്മതിക്കില്ല. എൻ്റെ മൊബിക്കാക്ക് ചീത്ത പറയും, ഇനിയിപ്പോൾ അവൾ ബെഡിൽ തൊടാൻ സമ്മതിക്കില്ല എന്ന് പറയും, ബെഡ് വിരിക്കണ കാണുമ്പോൾ തന്നെ. അപ്പം എനിക്കങ്ങനെ ഫുൾ സെറ്റപ്പിൽ ഇങ്ങനെ കിടക്കണേ. അപ്പോൾ നമ്മൾ പോയി നോക്കട്ടെ. മാളൂസ് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് ഒച്ചുണ്ടാക്കുന്നുണ്ട് കുറേ നേരമായിട്ട്. വേഗം പോവാം നമുക്ക്. അതാ ഈ പൂ ഇന്നലെ ഉള്ളതായിരുന്നു, അതെടുത്ത് പിന്നെ അവിടെ തന്നെ വെച്ചിട്ട് ഇറങ്ങാൻ പറ്റൂല. സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് കുറച്ചുകൂടി വെയിലായിട്ട് ഇറങ്ങാം. നല്ല രസമുണ്ടല്ലേ ഇവിടെ ഇങ്ങനെ കാണാൻ തന്നെ. ഈ വഴികളൊക്കെ എന്ത് രസമാണ്. കളിക്കാൻ ടൈമായിട്ടൊന്നുമില്ല. അവിടെ വെള്ളമായിരിക്കും, മഞ്ഞൊക്കെ വീണിട്ട്. അവിടെ ഭയങ്കര ഷട്ടിൽ കളിയൊക്കെയാണ്. അവിടുന്ന് അങ്ങോട്ട് കാറ്റടിക്കുന്നുണ്ട്, അങ്ങോട്ട് കാറ്റുണ്ട്, അപ്പോൾ ഇങ്ങോട്ട് നല്ല അടിക്കണം. രണ്ടാളും കൂടി കളിക്കുന്നു. കോമഡിയാണ് കഴിച്ച, അത് എറിഞ്ഞ് കളിക്കുന്നു.
മടിച്ചാണ് ഗൈസ്, മടിച്ച്. ഇതാണ് നമുക്ക് ചുമ്മാ നടക്കാൻ തന്നെ ഭയങ്കര വൈബാണ് ഇവിടെ. കണ്ടോ, ഇനിയിപ്പോൾ ഇതിനെയൊക്കെ ഞാൻ നോക്കണം. തട്ട്, ഇതിനെ ഞാൻ റൂമിൽ കൊണ്ടുപോയിക്കോട്ടോ. വേണ്ട, ഞാൻ പാർക്കിൽ കയറുമ്പോ മക്കളെ നോക്കാൻ പറ്റും. ഞാനും കയറിയല്ലോ. അമ്മ കയറിയാൽ അത് പൊട്ടിപ്പോയി ചിലപ്പോൾ. അമ്മ ഊഞ്ഞാല ഇടട്ടെ? ഇത് കുട്ടികളുടെ ആണോ? അല്ല, മാമാക്കും വേണ്ട. ഇത് കുഞ്ഞു ബേബീസിനെ തോന്നുന്നു. വരെ ഇതിൽ വെക്കാട്ടോ. ഇവിടെ വെച്ച് മറന്നിട്ട് ഇനി കരയാൻ നിൽക്കണ്ട. വാ വാവൂ. അവർ ഊഞ്ഞാലാടുന്നുണ്ട്. മാളൂസിൻ്റെ ടോയ്സ് വരെ എൻജോയ് ചെയ്യാണ് ഗൈസ്. കണ്ട ഗൈസ്, അങ്ങനെ ഷട്ടിൽ കളിയിൽ നിന്നും ഞാൻ വളരെ പെട്ടെന്ന് പിന്മാറി. ഇപ്പോൾ ഊഞ്ഞാലാടുകയാണ്. ഇതെനിക്കിരിക്കാൻ പറ്റും തോന്നുന്നു. അപ്പോൾ ഇനി അവർ വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ആൻഡ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ഗൈസ്. ഞാൻ ആ ഒരു കാര്യം പറഞ്ഞില്ലേ, അത് നടക്കുന്നവരെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. പിന്നെ വീഡിയോ എടുക്കുന്നതും ഫോൺ എൻ്റെ കയ്യിൽ ഒപ്പിച്ചിൻ്റെ കയ്യിലായിരിക്കും കൂടുതലും. അതുകൊണ്ട് മൂവി അറിയാൻ ചാൻസ് ഇല്ല. അതാണ് വീഡിയോ എടുത്ത് വെച്ചത് ധൈര്യമായിട്ടും. ഓക്കെ, ഇഷ്ടമായോ? മലസിൻ്റെ കൂടെ കളിക്കാൻ കുറേ പേര് വേണമായിരുന്നു അല്ലേ? ചിലപ്പോൾ കുറേ കുട്ടീസൊക്കെ വരും കുറച്ച് കഴിയുമ്പോഴേക്കും. വാവ്, നല്ല രസമുണ്ട്. എവിടെ ക്യാമറ വെച്ചാലും നല്ല ഫ്രെയിമാണ്. ഫുൾ മരങ്ങളും. വാ വാ വാ, വീഴൂല. വാ, പോന്നോ? ഇങ്ങനെയൊക്കെ വീഴണം, അപ്പോഴല്ലേ പഠിക്കുക. ഇത് മതിയായി എന്നും പറഞ്ഞ പോണു മൂടും തട്ടി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആ ഊഞ്ഞാലാടാൻ ഗൈസ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. വീഴല്ലേ? വീഡിയോ എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ബൈനോക്കുലറിൽ എന്താ നോക്കുന്ന മൂവി? ഇതാ ഗൈസ്, ഇവിടെ ക്യാരംസ് ഉണ്ട്, പിന്നെ ലുഡോ ഉണ്ട്, ചെസ് ഉണ്ട്. ഈ കളി അറിയാവോ സാനുന്? ഏത്? മോർണിംഗ് സൺ കിസ്. ടൗസിന്റെ അപ്പൻ്റെ ഒരു ഭാഗ്യം. മാളൂന് ഇനിയിപ്പോൾ ചോക്കോസ് ആയിരിക്കും അല്ലേ? ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ ബൊഫേ ആണ് കേട്ടോ. പിന്നെ ലഞ്ചിനും ഡിന്നറിനും നമ്മൾ വന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് കഴിക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ വെച്ചതിന് പുറമെ നമുക്ക് എന്തെങ്കിലും വേറെ വേണമെങ്കിൽ അതും ഓർഡർ ചെയ്ത് കഴിക്കാം. റെസ്റ്റോറൻ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് നീറ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് മാത്രമല്ല, നമ്മൾ അവിടെ നിന്ന് എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള വ്യൂ ആയിരിക്കും. അതാണ് ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി. പിന്നെ റെസ്റ്റോറൻറ്റിൽ സെപ്പറേറ്റ് വാഷ്റൂം ഒക്കെ. നമുക്ക് എന്തായാലും ഇനി ഫുഡ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കണമെങ്കിൽ അതുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ബട്ടറോ ജാമോ ഹണിയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് സ്പ്രെഡ് ചെയ്ത് കഴിക്കാം. പിന്നെ ചിക്കൻ സോസേജ് ഉണ്ട്, എഗ് സ്റ്റൂ ഉണ്ട്, ബനാന നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തുണ്ട്. പിന്നെ അതുപോലെ പുട്ടും കടലയുണ്ട്, ഓട്സ് ഉണ്ട്, ഗോതമ്പിന്റെ ഉപ്പുമാവ് ഉണ്ട്, ഭൂരി ഉണ്ട്. മാളൂട്ടിക്ക് ഭൂരി മതി എന്ന് പറഞ്ഞിട്ട് അത് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ ഫേവറേറ്റ് ഇഡ്ഡലി ഉണ്ടായിരുന്നത് അവൾ കണ്ടില്ല. പിന്നെ അത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇഡ്ഡലി സാമ്പാറും ചട്നിയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ എല്ലാം സ്വന്തം സെർവ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ചട്നി ഉണ്ട്, 2 തരം ചട്നി. എല്ലാം കുറച്ച് കുറച്ചെടുത്ത് നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യാം. പാത്രം കാണാനല്ലോ. പാത്രം നല്ല കളർഫുൾ ആയിട്ടില്ലേ? അത്തട്ടോലുണ്ട്, കടലക്കറി ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ട്രൈ ചെയ്യാം. അത് അതിൻ്റെ ഉള്ളിൽ ഗൈസ്. സോ ലെറ്റ്സ് ഹാവ് അവർ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ചമ്മന്തി ഒക്കെ പാത്രത്തിലാക്കി കൊണ്ടുവന്നു. മാളുവിന് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. ഇഡ്ഡലിൻ്റെ കൂടെ സാമ്പാർ മാത്രം എടുത്തിരുന്നത്. ചമ്മന്തിൻ്റെ ടേസ്റ്റ് കണ്ടപ്പോൾ അതും എടുത്തിട്ട് വന്നു. 2 ടൈപ്പ് ചട്നി ഉണ്ട്, രണ്ടും രസമുണ്ട്. എന്താ കഴിക്കുന്നത്? ഇഡ്ഡലിയാണ് ഇഷ്ടമായ? ഫുഡൊക്കെ നല്ല സൂപ്പറാണ്. ബ്രേക്ക്ഫാസ്റ്റ് പൊളിച്ച്. യെസ്. ഇതിൽ എഗ്ഗ് മാത്രമേ ഉള്ളൂ. എഗ്ഗ് മാത്രമേ ഉള്ളൂ പ്ലേറ്റിൽ. കൂടുതൽ എഗ്ഗാണ്. ചോക്കോസും പിന്നെ എന്തൊക്കെയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. യെസ്, ഞാനങ്ങനെ ഇതും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സൊക്കെ കഴിച്ചു. പിന്നെ ഒരു മാംഗോ മിൽക്ക് ഷേക്ക് ഉണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വെയിലത്ത് നിന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫേസ് ഇങ്ങനെ ഗ്ലോ ചെയ്യും. ഇല്ല, രാവിലത്തെ വെയിൽ.
മാളു ഞങ്ങളങ്ങനെ ഒരുങ്ങി റെഡിയായി വന്നിരിക്കുകയാണ്. വന്നപ്പോഴേക്കും എല്ലായിടത്തും വെയില്. മാളൂന് നിങ്ങൾ കാണുന്നുണ്ടോ? എവിടെയാണെന്ന് പറ. അപ്പൊ ഞങ്ങള് റീൽ എടുക്കാൻ വേണ്ടി ഒരുങ്ങി കിട്ടി വന്നതാണ് ഗൈസ്. അതെ, ഫസ്റ്റ് വീഡിയോ എടുക്കട്ടെ, റീൽസ് എടുക്കട്ടെ. റീൽസ് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, എൻ്റെ കുറെ നേരത്തെ ഹാർഡ് വർക്കിന്റെ റീലാണ് ഇപ്പോൾ എടുക്കാൻ പോണത്. അത് പ്രാക്ടീസ് ചെയ്തിട്ട് ഡാൻസ് റീലാണ് എടുക്കാൻ പോണത്. ഓക്കെ, എടുക്കാം. എന്ത് ഭംഗിയാ പോവുക. നമ്മൾ റീലൊക്കെ എടുത്തു കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയതിന് നമുക്ക് നമ്മുടെ സർപ്രൈസ് ഒളിക്കാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞാനൊന്നും വാങ്ങിയില്ല. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മൂവി മൈ ഡിയർ ഹസ്ബൻഡ്. ഞാൻ പറഞ്ഞിരുന്നോ ഇത് തന്നെ ആയിരിക്കും പറയാൻ പോകുന്നത്. അത് സാരല്ല. ഇതാണ് മാളൂസ് നൈറ്റ് ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റ്. ഇത് ഞങ്ങളിപ്പോ കഴിക്കട്ടോ. അങ്ങനെയല്ല ഇങ്ങനെ ഓപ്പൺ ചെയ്യും. ഫുള്ള് താടിക്കുള്ള സെറ്റ്. താടിന്റെ ബിയർഡ് വാഷ്, ബിയർഡ് ഓയില്, താങ്ക് യു ഫോർ എവരിതിങ്. ലവ് യു സോ മച്ച് മാളു മുബീഷാൻ. അതേ മാളൂസ് പറഞ്ഞിട്ട് എഴുതിയത്. ചീകുമ്പോ എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? താടി മീശ ചീക സുഖാണോ പോക്കറ്റിലിടാൻ? നമ്മൾ ഇതുവരെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങിയിട്ടില്ല. നമ്മൾ ഒന്നിച്ച് കേക്ക് ഒക്കെ വാങ്ങുക, അങ്ങനെ ചെയ്യണം. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞു. ഗിഫ്റ്റ് തരും, ഞാൻ ഗിഫ്റ്റ് കൊടുക്കാറില്ല. പിന്നെ നമ്മള് സ്നേഹം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ എനിക്ക് അറിയില്ല. സാധനങ്ങൾ വാങ്ങിയിട്ട് അപ്പൊ ഞാൻ സ്നേഹമായിട്ട് പ്രകടിപ്പിക്കും. എനിക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാനാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് സർപ്രൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് മാളൂസിന്റെ കേട്ടോ. ശരി, ഞങ്ങള് റീലൊക്കെ എടുത്ത് കുഴങ്ങി ഗൈസ്. ഗിഫ്റ്റും പൊട്ടിച്ച് കുഴങ്ങിയായിട്ടാണ് മാളൂസ് ഞങ്ങൾക്ക് കേക്ക്. ഇതാ വെഡിങ് ആനിവേഴ്സറി. ഇതാണ് ഞങ്ങള് കേക്ക്, ചോക്ലേറ്റ്. മാളൂസ് വാങ്ങി തന്ന കേക്ക്. കുറച്ചേരം റെസ്റ്റ് എടുക്കാം. അതെ, എന്നിട്ട് പൂളിൽ കൈ കളിക്കണം. ഞങ്ങള് പൂളിലേക്ക് പോവാണ്. മാളു നോക്ക്, എന്റെ സ്വന്തം ട്യൂബാണ്. നമ്മൾ ഉച്ചക്ക് ഇറങ്ങാന്ന് കരുതി. കാരണം ഇപ്പോഴാണ് നമുക്ക് തണുപ്പില്ലാതെ ഇറങ്ങാൻ പറ്റുന്നത്. മാളൂട്ടിക്ക് ചെറിയൊരു പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. മാളു ഷാൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ വ്യൂ ഉണ്ടോ ഗൈസ്? എങ്ങനെയുണ്ട് നിങ്ങൾ പറ. ബാക്കിൽ എന്താ വ്യൂ എന്നറിയാം. ചാടങ്ങട്ട് അവിടെ നിന്ന് ചാട്. എടാ നല്ല രസമല്ലോ. എനിക്കൊക്കെ നീന്താൻ അറിയാഞ്ഞിട്ട്. എന്റെ കുട്ടി നീന്തണുണ്ടോ? കണ്ടോ, കാല് നിലത്ത് ചവിട്ടി നീന്തും. പക്ഷെ നീന്തുന്നില്ല. ആ നനയോ. ഇതൊക്കെ നട്ട ഉച്ചക്കാണ് ഈ തണുപ്പ് ഗൈസ്. ഓ മൈ ഗോഡ്, ബാക്ക്ഗ്രൗണ്ട് എന്ത് രസറിയാം. നമ്മൾ ഇതുവരെ എത്ര റിസോർട്ട് പോയിട്ടുണ്ട്, പക്ഷെ ഇത്രയും അടിപൊളി വ്യൂ കിട്ടിയത് ഫസ്റ്റ് ടൈമാണ്. അതാ മുങ്ങിപ്പോയോ? ഒറ്റക്ക് നീന്തണുണ്ട് ട്യൂബ് ഇട്ടിട്ട്. വാവ്, ഇല്ല കാല് മേലെ പൊന്തിച്ച്. കാല് രണ്ട് കാല് കാണിച്ചു കൊടുക്ക മേലെ. ഇങ്ങോട്ട് നീന്തി വാ. ഇങ്ങനെ അറ്റത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതാണ് വ്യൂ. പൂളിന്ന് നമുക്കുള്ള വ്യൂ ഇതാണ് ഗൈസ്. യെസ്, ഇങ്ങോട്ട് വാ. ഇവിടെ നല്ല മുബിക്കാക്ക് നിക്കല്ലേ, ഈ ഹൈറ്റ് ആണല്ലേ. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടിട്ടാണ് ഈ നിലവിളിക്കുന്നത്. എന്ത് ഭംഗിയുണ്ടെന്ന് അറിയാം ബാക്ക്ഗ്രൗണ്ട്. ആകാശ നീലൊക്കെ എന്ത് രസാ. ഞങ്ങളെ പുറകിലുള്ള ഈ മൊത്തം വ്യൂ കണ്ട ഇങ്ങനെ കാണിച്ചപ്പാ.
കാല് പൊക്കണം ഇങ്ങനെ. അല്ലെങ്കിൽ ഇതിൽ കിടന്നിട്ട് ഈ കാല് പൊക്ക്, കാല് ഫുള്ള് ബാക്കോട്ട് പൊന്ത്, അല്ലെങ്കിൽ കിടത്തി, എന്നിട്ട് കാല് മുകളിലേക്ക് പോവാ വെള്ളത്തിന്റെ, എന്നിട്ട് തൊഴി. ആ അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് അവിടുന്നല്ല, ഇവിടുന്ന് അങ്ങോട്ട്. ആ എന്നാ നീന്ത്. ഒരു ചാട്ടത്തിന് അവിടെ എത്തി. ഇനി അങ്ങോട്ട് നീന്ത് അതേപോലെ. മാളൂസും അമ്മനെയും കാട്ടി പെട്ടെന്ന് പഠിച്ചു. 2 3 4 5 കാല് താഴെ തട്ടുന്നില്ലല്ലോ. ഹൈ 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 ഹൈ. എന്താ പോവാത്തെ? അങ്ങോട്ട് പോ. ഇനി കാല് നിലത്ത് കുത്തരുത്, അവിടെ എത്തണ വരെ പോ. എന്ത് പോവാത്തെ? ഷവർ തുറക്കുവാളൂ. പൂളിൽ കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര വിശപ്പായിട്ടോ. ലഞ്ചിന്റെ ടൈം ആയപ്പോഴാണ് ഞങ്ങൾ പൂളിൽ നിന്ന് തിരിച്ച് കയറിയത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫസ്റ്റ് ഞങ്ങൾ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സ്റ്റാർട്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഡ്രാഗൺ ചിക്കൻ ആണ് സ്റ്റാർട്ടർ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാളൂട്ടിക്കുള്ള പാസ്ത അവർ പെട്ടെന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവള് വേണം വേഗം എന്ന് പറഞ്ഞിട്ട്. മുബിക്ക എന്തോ പീനട്ടിന്റെ എന്തോ ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ പാനിപൂരി ചാട്ട് ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു അത് കഴിച്ചപ്പോൾ. പാസ്ത അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ മാളൂട്ടി ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കേട്ടിട്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചു നോക്കി അവളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്കും ഇഷ്ടമായിട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങള് ഫുഡില് ഏറ്റവും ബെസ്റ്റ് എന്തായാലും ട്രൈ ചെയ്യേണ്ട ഇതാണ്. സ്റ്റാർട്ടർ ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ കഴിച്ചു ഞങ്ങൾ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കോൾസ്ലോ സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് കഴിക്കാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സീ ഫുഡ് പ്ലേറ്റ്, വെറൈറ്റി ടൈപ്പ് ഓഫ് ഫിഷ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് റൈസും ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചിക്കൻ റോസ്റ്റും പൊറാട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഊഞ്ഞാലിരുന്നു കേട്ടോ കുറച്ച് നേരം. ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു ആ ടൈമിൽ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഊഞ്ഞാലിൽ കിടന്നുറങ്ങാണ്. മാളൂസ് പുറങ്ങും, ഞാൻ ഉറങ്ങുമോന്ന് അറിയില്ല. മാളൂസ് പക്ഷെ കള്ളുറക്കാണ് കേട്ടോ. കണ്ടോ 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 കണ്ടോ. പക്ഷെ ഇങ്ങനെ കിടന്നാൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുണ്ട് guys. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഉറങ്ങി പോകും. യെസ്, ഞങ്ങൾക്ക് നേരെ മുമ്പിൽ കാണുന്ന വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഇതാണ് ഞങ്ങൾക്ക് കാണുന്ന വ്യൂ. എത്ര ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആണ്. പിന്നെ ഈവനിങ് ആയപ്പോഴേക്കും അവിടെ തട്ടുകട ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോയി നോക്കിയിരുന്നു അവിടെ എന്തൊക്കെയുള്ളത് എന്നൊക്കെ. നല്ല സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഇപ്പോൾ വിശക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പടത്തിൻ്റെ പോസ്റ്ററൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തട്ടുകടയിലൊക്കെ പണ്ട് സാധാരണ കാണുന്ന പോലെ. നാരങ്ങ മിഠായി നല്ല രസമാണ്. ഗ്യാസ് മിഠായി. മാളു മുടുവാ. ഫുഡ് കഴിച്ചിട്ട് വയറ് നിറഞ്ഞ് വിശക്കുന്നില്ല. മുൻകായാണ് ഏറ്റവും കൂടുതൽ ഞാൻ കാപ്പി മാത്രമേ കുടിക്കുള്ളൂ. അല്ല നേരത്തെ. എനിക്ക് ഇനി ഇപ്പൊ കുറച്ച് നേരത്തിനൊന്നും പോവില്ല. രാത്രി തന്നെ വിശക്കുമെന്ന് ഡൗട്ടാണ്. എന്റെ കുട്ടി കണ്ട ഇവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കുന്ന. പക്ഷെ അത് കളിച്ചിട്ട് ചാടിയിട്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് ആള് നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഞങ്ങളെ ഫോട്ടോ കണ്ട ഗൈസ്, സൂപ്പർ. നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ ഏരിയ ആണ് ഇതില്. ഇവിടെ എല്ലായിടത്തും എങ്ങോട്ട് നോക്കിയാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏരിയാസ് ആണ്. അങ്ങനെ തട്ടുകടയൊക്കെ ക്ലോസ് ആവാനായപ്പോഴേക്കും ഞങ്ങൾ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാന്ന് കരുതി അങ്ങോട്ട് പോയി. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ സൺസെറ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ പോയി ആ അറ്റത്ത് നിൽക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയായിട്ടോ. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന സീനറീസ് ഒക്കെ പോലെ ഉണ്ടായിരുന്നു. അതുപോലെ അതിന്റെ ഇടയിൽ ഞാൻ വേറൊരു സംഭവം കണ്ടു. അവിടെ ഒരു പൈപ്പ് പോലെ ഇങ്ങനെ എനിക്ക് തോന്നി. ഇനി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. സിറ്റിയിലൊക്കെ നിൽക്കുന്നവർക്ക് ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര സമാധാനം ഫീൽ ചെയ്യും കേട്ടോ. കാരണം അത്രയ്ക്ക് സൈലൻസ് ആണ് അവിടെ. നമ്മൾ ഉണ്ടാക്കുന്ന ഒച്ചപ്പാട് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈവനിങ് ആയി തണുപ്പൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ മെല്ലെ റൂമിലേക്ക് പോയി. പോകുന്ന വഴിക്ക് പിന്നെയും മാളും മുബിക്കാക്കിയും പോയിട്ട് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നേ. എന്തായാലും കുറച്ച് നേരം റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ നേരത്തിട്ട് റൂമിൽ പോയി. പിന്നെ ഡിന്നർ കഴിക്കാൻ നേരത്താണ് പുറത്തിറങ്ങിയത്. ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ഡിന്നർ ലൈറ്റ്. ഇതാണോ ലൈറ്റ് എന്ന് ചോദിക്കും ചിലപ്പല്ലേ. അയ്യോ എൻ്റെ പാത്രത്തിൽ നിറഞ്ഞിരിക്കുന്നു ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. മാളൂസ് പിന്നെയും പാസ്ത ഫേവറേറ്റ് ആയി മാളൂസിൻ്റെ. ഇത് കണ്ടിട്ട് ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട് ഗൈസ്.
അടിപൊളിയായിരിക്കും. സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. ജ്യൂസ് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ക്യാമ്പ് ഫയർ അറ്റൻഡ് ചെയ്യാൻ പോയി. അവിടെ ഫുൾ എല്ലാവരും വന്നിരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ പേര് ഗെയിംസൊക്കെ കളിക്കുന്നുണ്ട്. മാളൂട്ടി മുബിക്കാക്കി അവിടെ ചെന്ന ഉടനെ സൈക്കിളൊക്കെ എടുത്ത് ഓടിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അവിടെ ചുമ്മാ ഇരിക്കണമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാം. മാളൂസ് കളറൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. മാളു എന്താ കണ്ടേ? പൂളിന്ന് കണ്ട വ്യൂ ആണ് ഗൈസ്. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയാം. മാളു ബാത്ത് ടബിൽ ഇറങ്ങാൻ പോവാണ്. ഡ്രസ്സൊന്നും വരുന്നില്ലേ? മാളു അങ്ങനെ റൂമിലെത്തി ബാത്ത് ടബിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഓടിയിട്ടുണ്ട്. ചൂടുവെള്ളം വരും, ബബിൾസ് വരുന്ന പോലെ ആക്കി കൊടുക്കാം. നാളെ അങ്ങനെ ബാത്ത് ടബ് കിടന്ന് കുളിക്കാൻ പോണ് ഗൈസ്. ഞങ്ങള് മാളൂസിന്റെ കൂടെ ചാടാൻ പോവാണ് ഗൈസ്. അതെ, ഓക്കെ. കുറച്ചും കൂടി ആക്കി കാണിച്ചു കൊടുക്കാം. ഗൈസ് ഞങ്ങള് ബാത്ത് ടബിലെ കുളിയൊക്കെ കഴിഞ്ഞതാ. ഒരാൾ ഉറങ്ങുന്ന ഉറക്കം കണ്ടോ നിങ്ങള്? ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ റൂമിൽ തന്നെ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അപ്പം നാളെ മോർണിംഗ് ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പോകും. പക്ഷേ വ്ളോഗ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ ബൈ ബൈ ഗൈസ്. വിഷമിക്കേണ്ട, അടുത്ത വ്ളോഗായിട്ട് വരും. പാവടാ, നല്ല ക്ഷീണമുണ്ട് വെള്ളത്തിൽ കളിച്ചിട്ട്, അതുകൊണ്ട് ഉറങ്ങാണ് ഗൈസ്. സോ ബൈ ബൈ.